നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പ്രാഞ്ചിയേട്ടന്മാർക്ക് ഒരു പഞ്ഞവുമില്ലാത്ത നാടാണ് കേരളം. എന്ത് അവാർഡും എന്ത് അംഗീകാരവും സംഘടിപ്പിക്കാൻ എത്ര പണം വേണമെങ്കിലും ചിലവ് ചെയ്യാൻ മടിയില്ലാത്ത വ്യവസായികളും വ്യാപാരികളും കേരളത്തിൽ ധാരാളമുണ്ട്. എന്നാൽ ഇവിടെ പറയാൻ പോകുന്നത് മറ്റൊരു കഥയാണ്. പത്മവിഭൂഷൺ നേടാൻ വേണ്ടി ഒരു സംഘപരിവാർ നേതാവിന് 2 കോടി രൂപ കൊടുത്ത് വെള്ളത്തിലായ മലയാള സിനിമയിലെ ഒരു സൂപ്പർ താരത്തിൻ്റെ കഥയാണ് ഇത്. ഈ സൂപ്പർ താരം തൻ്റെ മാനേജർ വഴി സംഘപരിവാറിലെ ഒരു പ്രമുഖനായ നേതാവിന് 2 കോടി രൂപ കൊടുത്തത്രേ. ഉദ്ദേശം മറ്റൊന്നുമായിരുന്നില്ല, പത്മവിഭൂഷൺ കിട്ടണം. പത്മവിഭൂഷൺ എന്ന് വച്ചാൽ ഇന്ത്യയിലെ 2ാമത്തെ സിവിലിയൻ ബഹുമതിയാണ്. ഭാരതരത്ന കഴിഞ്ഞാൽ തൊട്ടു താഴെയുള്ള ഉന്നതമായ ബഹുമതി. തനിക്ക് ആ ബഹുമതി കിട്ടാനുള്ള എല്ലാ അർഹതയുണ്ടെന്നും അതുകൊണ്ട് ഏത് വിധേനയും അതൊന്ന് അടിച്ചെടുക്കണമെന്നും ഈ സൂപ്പർ താരം തീരുമാനിച്ചു. അല്ലെങ്കിൽ ചുറ്റും നിൽക്കുന്ന വൈതാളികർ സൂപ്പർ താരത്തെ പറഞ്ഞ് പിരികേറ്റി. ഈ സൂപ്പർ താരം തൻ്റെ പാതി രാഷ്ട്രീയക്കാരൻ കൂടിയായ മാനേജറെ ഉപയോഗിച്ച് ഒരു സംഘപരിവാർ നേതാവിനെ സ്വാധീനിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഈ നേതാവിന് 2 കോടി രൂപയോളം കൈമാറിയത്രേ. വരുന്ന റിപ്പബ്ലിക് ദിനത്തിന് മുമ്പ് പത്മ അവാർഡുകളുടെ പേര് പ്രഖ്യാപിക്കുമ്പോൾ ഈ സൂപ്പർ താരത്തിൻ്റെ പേരും പത്മവിഭൂഷൺ പട്ടികയിൽ ഉണ്ടാകുമെന്ന് സംഘപരിവാറിൻ്റെ ഈ പ്രമുഖ നേതാവ് ഉറപ്പു നൽകിയത്രേ. ഇതെല്ലാം ചിന്തിച്ച് സ്വപ്നം കണ്ടിരിക്കുമ്പോൾ പത്മ അവാർഡുകളുടെ പ്രഖ്യാപനം വന്നു. ഈ സൂപ്പർ താരത്തിന് പത്മ അവാർഡില്ല, പത്മവിഭൂഷൺ ഇല്ല. കാരണം ഈ സൂപ്പർ താരത്തെക്കുറിച്ച് നന്നായി അറിയാവുന്ന കേന്ദ്ര ആഭ്യന്തര വകുപ്പ് എന്ന് വെച്ചാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ പേര് അവിടെ എത്തിയപ്പോഴേക്കേ വെട്ടി. ഇടതുപക്ഷ സഹയാത്രികനൊക്കെയായി അറിയപ്പെടുന്ന ഈ സൂപ്പർ താരത്തിന് മുമ്പ് രാജ്യസഭാ സീറ്റ് കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും നടന്നിരുന്നില്ല. അതിനിടയ്ക്കാണ് ഇങ്ങനെ ഇത്തരത്തിൽ 2 കോടി രൂപ ഒരു സംഘപരിവാർ നേതാവിന് നൽകിക്കൊണ്ട് പത്മവിഭൂഷൺ സംഘടിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചതത്രേ. പക്ഷേ ആ പണം വെള്ളത്തിലായി. പക്ഷെ അതുമാത്രമോ, സംഘപരിവാറിനുള്ളിൽ ഇത് വലിയ ചർച്ചയാവുകയും ചെയ്തു. ഇദ്ദേഹം നേരത്തെ സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അടുക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഏതായാലും 2 കോടി രൂപ പത്മവിഭൂഷണായി നൽകിയ പണം വെള്ളത്തിലായി. സംഘപരിവാർ നേതാവ് ആ പണവും കൊണ്ട് പോയി. പക്ഷേ സംഘപരിവാർ സംഘടനകളിൽ ഇത് വലിയ ചർച്ചയാവുകയും ഈ നേതാവിനെതിരെ എന്തോ നടപടി ഉണ്ടാവുകയും കേരളത്തിൽ തന്നെ സംഘപരിവാറിൻ്റെ ചുമതലകൾ പല ഘടകങ്ങളായി ഇതിൻ്റെ ഭാഗമായി വീതിച്ചു നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. കാരണം ആ സംഘടനയ്ക്കുള്ളിൽ, ആ സംഘടനാ സംവിധാനത്തിനുള്ളിൽ ഇത് വലിയൊരു ചർച്ചയായി മാറി. ഏതായാലും ഈ സൂപ്പർ താരത്തിന് BJP അഖിലേന്ത്യാ നേതൃത്വത്തിന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ പത്മവിഭൂഷൺ കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചു. പക്ഷേ കൊടുത്ത 2 കോടി എന്ത് ചെയ്യും? അത് കിട്ടിയവൻ കൊണ്ടുപോയി. ഏതായാലും ഇത് പത്രങ്ങളോ മാധ്യമങ്ങളോ ഒന്നും കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്നാണ് വിവരം. ഏതായാലും പല ഊഹാപോഹങ്ങളും ഇതിന് പിന്നിൽ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും 2 കോടി രൂപ സംഘപരിവാർ നേതാവ് കൊണ്ടുപോയി എന്നത് യാഥാർത്ഥ്യമാണെന്നാണ് BJPയിലെ പല നേതാക്കളും രഹസ്യമായി സമ്മതിക്കുന്നത്. എന്നാൽ ഈ സൂപ്പർ താരത്തോട് അടുത്ത് നിൽക്കുന്ന ആരും ഇക്കാര്യത്തിൽ പ്രതികരിക്കാനൊന്നും തയ്യാറായിട്ടില്ല. ചിലർ അങ്ങനെ ഒരു സംഭവമേ ഇല്ലെന്നാണ് പറയുന്നതെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സംസാരം, ഊഹാപോഹം സിനിമാ രംഗത്തും രാഷ്ട്രീയ രംഗത്തും പടർന്ന് പന്തലിക്കുന്നുണ്ട്. ഏതായാലും സൂപ്പർ താരത്തിൻ്റെ 2 കോടി രൂപ പത്മവിഭൂഷണായി നൽകിയത് വെള്ളത്തിലായി എന്നു മാത്രം.